നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ മലയാളം ലാംഗ്വേജിൽ മലയാളം ഭാഷയിൽ എങ്ങനെ നമുക്ക് ബില്ല് പ്രിൻ്റ് ചെയ്യാം, മലയാളം ഭാഷയിൽ നമുക്ക് എങ്ങനെ ബാർകോഡ് പ്രിൻ്റ് ചെയ്യാം. ഇതുകൊണ്ട് ബാർകോഡ് മലയാളം ലാംഗ്വേജിൽ നമ്മൾ പ്രിൻ്റ് ചെയ്തിരിക്കുക. എങ്ങനെ മലയാളം ലാംഗ്വേജിൽ പ്രിൻ്റ് ചെയ്യാം? ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് എങ്ങനെ മലയാളത്തിൽ ഇതിനകത്ത് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്നെപ്പോലുള്ള ആൾക്കാർക്ക് മലയാളം പറയാനറിയാം, പക്ഷേ ടൈപ്പ് ചെയ്യാൻ പാടാം. അപ്പോൾ അതുപോലെയുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചേഴ്സ്. മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ മലയാളം നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അത് കേട്ട് സോഫ്റ്റ്വെയർ തന്നെ എഴുതി തരും. അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയറാണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. നമുക്കതിനെപ്പറ്റി ഒന്ന് കൂടുതലായിട്ട് പഠിച്ചു കളയാം. അപ്പോൾ ഇതിനകത്ത് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രൊഡക്റ്റ് ആഡ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. ആഡ് പ്രൊഡക്റ്റ് ബട്ടൺ ഉണ്ട് ഇവിടെ, കേട്ടോ. ആഡ് പ്രൊഡക്റ്റ് ബട്ടൺ നമ്മളിങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നേ ഇവിടെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്, കേട്ടോ. ഇവിടെ നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെന്ന് പറഞ്ഞാൽ ഏത് ലാംഗ്വേജിൽ നമുക്ക് സെലക്ട് ചെയ്യാം. മറാഠി വേണമെന്നുണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലും ഇവിടെ തന്നെ ഉള്ളൂ. ഞാനിപ്പോൾ മലയാളം ഇട്ട് സേവ് ചെയ്തിരിക്കുകയാണ്. ഏത് ലാംഗ്വേജ് ഇട്ട് സേവ് ചെയ്താൽ ആ ലാംഗ്വേജിൽ തന്നെ അത് വർക്ക് ചെയ്തോളൂ. ഒരു പ്രാവശ്യം സെറ്റ് ചെയ്താൽ മതി. ഒറ്റ പ്രാവശ്യം സെറ്റ് ചെയ്താൽ ലൈഫ് ടൈം ആ ലാംഗ്വേജിൽ തന്നെ വർക്ക് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ആപ്പിൾ മൈക്ക് എന്നവിടെ എഴുതി തന്നു, കേട്ടോ. ഇത് ആപ്പിൾ കമ്പനിയുടെ മൈക്ക് അല്ല ശരിക്കും. ഇത് ജസ്റ്റ് ഒരു ആപ്പിൾ ഫോണിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മൈക്കാണ്. ഞാൻ ആപ്പിൾ മൈക്ക് എന്ന് എഴുതി വെച്ചു. ഇത് നമുക്ക് ഏതെങ്കിലും കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് കാറ്റഗറിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുവാണ്. പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് 100 രൂപയ്ക്ക് മേടിച്ചു. MRP ഇതിൻ്റെ ഒരു 500 രൂപ എന്നിട്ടോ റീറ്റെയിൽ പ്രൈസ് ഞാൻ ചുമ്മാ ഒരു പ്രൈസ് ഇട്ടതേ ഉള്ളൂ, ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. പീസസ് ഒന്ന് ഇട്ടു. ഇല്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഇത് സേവ് ചെയ്യാം. സക്സസ്ഫുള്ളി സേവ്ഡ്. പിന്നെ ഇതിൻ്റെ ബാർകോഡ് നമുക്ക് ഇവിടെ തന്നെ പ്രിൻറ്റ് ചെയ്യാം. ക്വാണ്ടിറ്റി എന്തെങ്കിലും കൂട്ടി കൊടുക്കണമെങ്കിൽ ഇവിടെ ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടി കൊടുക്കാം. യെസ് കൊടുത്തു. നമുക്കിവിടെ കണ്ടത് ബാർകോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം, കേട്ടോ. ഇവിടെ നമുക്ക് ബാർകോഡ് ക്രിയേറ്റ് ആയി, കേട്ടോ. മലയാളത്തിൽ തന്നെ എഴുതി വന്നു, കണ്ടില്ലേ. ഞാൻ ഒന്നുകൂടി സൂം ചെയ്യാം, നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രിൻ്റർ നമുക്ക് ഇവിടെയാണുള്ളത്. TSC 244 പ്രിൻ്ററിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഞാനിത് പ്രിൻ്ററിൻ്റെ പേപ്പർ സെറ്റിങ്സ് ഇടാൻ പോവുകയാണ്. 25 mm × 100. അപ്പോൾ നമുക്ക് മലയാളം ലാംഗ്വേജ് പ്രിൻ്റ് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണോ എന്ന് നമുക്ക് ഇവിടെ നോക്കാം. നമ്മളിപ്പോൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റാണ്, കേട്ടോ. ആപ്പിൾ മൈക്ക് ഒന്നുകൂടി പ്രിൻറ്റ് ചെയ്യാം. എൻ്റെ പ്രിൻ്ററിൻ്റെ കാർബൺ വെച്ചിട്ട് തീർന്നിരിക്കുകയാണ്. പ്രിൻ്റ് കണ്ടോ, ആപ്പിൾ മൈക്ക് എന്ന് പറഞ്ഞ് വളരെ വൃത്തിയായിട്ട് അത് പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കാം, കണ്ടില്ലേ. ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ അതെടുത്തിട്ട് സ്കാൻ ചെയ്ത് സെയിൽ ചെയ്ത് ഇങ്ങനെ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും ആഡ് ചെയ്യാം, കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. PH സോപ്പ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം, കേട്ടോ. ഈ മൈക്കിൽ ഞാൻ പ്രസ് ചെയ്യാണ്. PH സോപ്പ് കണ്ടോ, എത്ര ഭംഗിയായിട്ട് അവിടെ എഴുതി വന്നു നോക്കി. PH സോപ്പ് വളരെ മനോഹരമായിട്ട് അവിടെ എഴുതി വന്നു, കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റും മറ്റേ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് വെക്കുക. ഇൻക്ലൂസീവ് പർച്ചേസ് റേറ്റ് ഫോർ എക്സാമ്പിൾ 100 രൂപ ഒരു പാക്കറ്റിന്. MRP ചിലപ്പോൾ ഒരു 400 രൂപ ഇട്ടുള്ള എക്സാമ്പിൾ പ്രൈസ് ഞാനിട്ട് ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ പർപ്പസിന്. റീറ്റെയിൽ പ്രൈസും എല്ലാം ഞാൻ അത് തന്നെ ഇട്ടു. ഹോൾസെയിൽ പ്രൈസ് 400 തന്നെ ഇട്ടു. പിന്നെ പീസസ് ഇട്ടു, ഓക്കെ. പിന്നെ ടാക്സ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് സേവ് കൊടുത്തു, കേട്ടോ. സക്സസ്ഫുള്ളി സേവ്ഡ്. അപ്പോൾ ഞാൻ എൻ്റെ ബാർകോഡ് ഒന്ന് പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. ബാർകോഡിൽ ക്ലിക്ക് ചെയ്തു, കേട്ടോ. PH സോപ്പ് ഇവിടെ തന്നെ വരും. നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഫോർ എക്സാമ്പിൾ 2, 3, 4 ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി ഇടുക. ഇപ്പോൾ 5 ഇട്ട് 5 വരുള്ളൂ, കേട്ടോ, പ്രിൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ബാർകോഡിൻ്റെ ടെംപ്ലേറ്റ് ഇവിടെ താഴത്തുണ്ട്. ഏത് ടെംപ്ലേറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാം, കേട്ടോ. PH സോപ്പ്, വാവ്. ഇനി നമുക്ക് എന്താ ചെയ്യാം, ബാർകോഡ് പ്രിൻറ്റ് ചെയ്യാം. TSC 244 പ്രിൻ്ററിൽ തന്നെ പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ അടിച്ചു, അപ്ലൈ അടിച്ചു, പ്രിൻ്റ് അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിൻ്റ് വന്നു, കേട്ടോ. അപ്പോൾ 1, 2, 3, 4, 5 വന്നുള്ളൂ, കേട്ടോ. പ്രിൻ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും PH സോപ്പ് വളരെ വൃത്തിയായിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ PH സോപ്പിൽ ഒട്ടിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ ഈ നമ്മളിങ്ങനെ മലയാളത്തിൽ പേരുകളൊക്കെ അടിച്ചു വെച്ചു. അപ്പോൾ നമുക്ക് ബില്ല് വരുന്നത് എങ്ങനെയാണ്? അതാണ് അടുത്ത ചോദ്യം. അതും നമുക്ക് നോക്കിക്കളയാം. അപ്പോൾ നമുക്ക് റെയിൻടെക്കിൻ്റെ ഈ സോഫ്റ്റ്വെയറിൽ
സെയിൽ പാനലിലൊന്ന് പോകാം നമുക്ക്. സെയിൽ എൻട്രി പോവുക. സെയിൽ എൻട്രി പോയിട്ട് നമുക്ക് B2C ആണ് സെയിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ബാർകോഡ് വയ്ക്കുന്നു. ഞാൻ ബാർകോഡിൻ്റെ ഈ ഒരു ഗൺ എടുത്ത് കേട്ടോ. B2C ആണ്. ഇവിടെ നമുക്ക് അങ്ങോട്ട് സ്കാൻ ചെയ്യാം. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് ഇതുകൂടി സ്കാൻ ചെയ്തേക്കാം. കേട്ടോ, രണ്ടും സ്കാൻ ചെയ്തു. നമുക്കിത് ബില്ലടിച്ച് നോക്കാം. അപ്പോൾ ബില്ലിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ബില്ല് പ്രിൻ്റ് ആകും. അപ്പോൾ ബില്ല് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, വളരെ ക്ലീൻ ആയിട്ട് ഇവിടെ ബില്ല് കണ്ടോ. ആപ്പിൾ മൈക്ക്, പിയേഴ്സ് സോപ്പ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ ബില്ല് പ്രിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് മലയാളം മാത്രമല്ല ഏത് ലാംഗ്വേജിലും പ്രിൻ്റ് ചെയ്യാവുന്ന സംവിധാനമുണ്ട്. ഇനി നമുക്കിവിടെ പ്രിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഇതിന് ഈ ഒരു പ്രിവ്യൂ നമ്മൾ എനേബിൾ ചെയ്തിട്ട് ഗെറ്റ് ഡേറ്റ എടുത്തിട്ട് ഞാനൊന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. അപ്പം നമുക്ക് കാണാൻ സാധിക്കണ്ടില്ലേ, ആ ബില്ലിൻ്റെ ആ ഒരു ഫോർമാറ്റിൽ കൃത്യമായിട്ട് ആപ്പിൾ മൈക്ക്, പിയേഴ്സ് സോപ്പ് എല്ലാം കൃത്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇനി ഈവൻ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മലയാളത്തിലാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പച്ച മലയാളത്തിൽ ബില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ബെസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ.